ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കാം. ഇതിൽ കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കാം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്ക് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് കൈ തൊടാൻ പറ്റുന്ന ചൂടായപ്പോഴേക്കും ഉരുട്ടിയെടുത്തു. പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ ഉരുട്ടാൻ പറ്റില്ല. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ വിരൽ വെച്ച് നടുവിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഞെട്ട് ഭാഗം ഇതുപോലെ ഒരു ഗ്രാമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ ഞെട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഷേപ്പ് ചെയ്ത് ആപ്പിളിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തു.
ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നടുവിൽ നമ്മൾ വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്രാമ്പു കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആപ്പിളിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിൽ നമുക്ക് കളർ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. അത് ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാക്കില്ല, കാണാനുള്ള ഭംഗിയിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും.